ഹലോ ഗായ്സ്, വെൽക്കം ടു മെഹർനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെക്സൻ ക്യാൻവാസ് ലെതർ ഐറ്റത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പെട്ടെന്ന് ഇന്നത്തെ ആൾ മാറിയതെന്ന്. സാധാരണ ഉമ്മിയാണല്ലോ ഇങ്ങനത്തെ ഈ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് ഉമ്മി നല്ല ബിസിയാണ്. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മേളയാവാനായതുകൊണ്ട് തന്നെ ഉമ്മി ഫുൾ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മിക്ക് വീഡിയോ എടുക്കാനും കൂടെ ഒരു സമയം ഒത്തു വരുന്നില്ല. ഉമ്മി പറഞ്ഞു ഇനിയിപ്പോൾ അധികം വൈകിക്കേണ്ട. ഒരാൾ കമൻറ്റിൽ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്നോട് അങ്ങോട്ട് ചെയ്തോളാൻ ഉമ്മി പറഞ്ഞു. എന്നെ കൂടെ ഏൽപ്പിച്ചതാണ് ഉമ്മി. അപ്പോൾ എനിവേ ഉമ്മി ചെയ്യുന്ന അത്രയും ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിച്ചു വെച്ചാൽ ഐ ഡോണ്ട് നോ. ആൻഡ് ഞാൻ ഈ ഒരു ഐറ്റത്തിൻ്റെ മത്സരത്തിന് പോയിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ഐറ്റത്തിനെ കുറിച്ച് കുറച്ച് ഐഡിയ ഒക്കെ എനിക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏതൊക്കെ ടൈപ്പ് ലെതർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് പ്രാക്ടീസിന് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ മോഡൽ ലെതർ വാങ്ങാൻ കിട്ടും. അപ്പോൾ പ്രാക്ടീസിന് ഇങ്ങനത്തേത് യൂസ് ചെയ്താൽ മതിയാവും. ഇത് വളരെ തിന്നായിട്ടുള്ള കുറച്ച് വില കുറഞ്ഞ ലെതറാണ്. പിന്നെ നമ്മൾ മത്സരത്തിന് പോകുമ്പം ഇങ്ങനത്തെ ലെതർ യൂസ് ചെയ്യരുത്. കാരണം ഇത് പറ്റ കട്ടി കുറവാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ഒരു നീറ്റ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് തുന്നാൻ എളുപ്പത്തിന് തോന്നുന്ന എന്നാൽ കുറച്ച് കൂടെ കട്ടി വരുന്ന രീതിയിലുള്ളൊരു ലെതർ ചൂസ് ചെയ്യുന്നതാണ് മത്സരത്തിന് ബെറ്റർ. അപ്പം ഇത് നമ്മൾ ഈ ലെതറിൻ്റെ ഷോപ്പിൽ പോയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് തുന്നാൻ പാകത്തിനുള്ളത് അവർ സെലക്ട് ചെയ്ത് തരും. അപ്പം ആ ഒരു രീതിയിലുള്ള ലെതർ നോക്കിയിട്ട് വേണം നമ്മൾ മത്സരത്തിന് വേണ്ടി സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ ലെതറും റെക്സിനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാരി ബാഗാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 18 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് ബ്രെഡ്ത്തും ഉള്ള 2 പീസുകളാണ് ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ മത്സരത്തിന് അവിടുന്ന് കറക്റ്റായിട്ട് അളവെടുത്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം 18 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുള്ള, ഇത് ബാഗിൻ്റെ 2 സൈഡുകളിലായിട്ട് നേരെ ഭാഗത്ത് വരുന്ന പീസുകളാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ബാഗിൻ്റെ അടിഭാഗത്ത് വരുന്ന പീസ്, അടിഭാഗത്ത് നിന്ന് സൈഡിലേക്ക് വരുന്ന പീസാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു പീസിന് നമുക്ക് വേണ്ട അളവ് എന്ന് പറയുന്നത് 35 ഇഞ്ച് ലെങ്ത്തും 7 ഇഞ്ച് ബ്രെഡ്ത്തുമാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പം മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക, എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ചെയിൻ വെട്ടി എന്ന് പറയുന്ന 2 പീസുകളാണ്. അതായത് ഇത് ബാഗിൻ്റെ മുകൾ വശത്ത് വരുന്ന നമ്മൾ സിബ് പിടിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 23 ഇഞ്ച് ലെങ്ത്തും 7 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമാണ് ഇതിൻ്റെത് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി എല്ലാത്തിൻ്റെയും ഇഞ്ചിലാണ് അളവ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ ബ്രെഡ്ത്ത് മാത്രം 7 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് 23 ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സിബ് ഇതിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതെന്തായാലും ആദ്യം തന്നെ ചെയ്തു വെക്കുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം തന്നെ ഇങ്ങനത്തെ വലിയ സിബ് നമുക്ക് ബാഗിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം അങ്ങനത്തെ വലിയ സിബ് നോക്കി വാങ്ങുക. എന്നിട്ട് ഇതിൻ്റെ 23 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ ചെയിൻ വെട്ടിക്ക് എടുത്തത്. അതേ ലെങ്ത്തിൽ തന്നെ നമ്മൾ സിബും കൂടെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ സിബിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുന്നി വെക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ തുന്നുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സിബെങ്ങാനും ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇടാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അറ്റത്ത് ജസ്റ്റ് കൂട്ടിയിട്ട് ഒന്ന് തുന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഊരിപ്പോവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സിബ് ഈ 2 പീസിൻ്റെയും ഇടയിലായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസിനെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് സിബിൻ്റെ നല്ല ഭാഗവും ഈ ലെതറിൻ്റെ നല്ല ഭാഗം കൂടെ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ തുന്നാനായിട്ട്. അപ്പോൾ അതാ ഇതേപോലെ സിബിൻ്റെ നല്ല ഭാഗവും ഇങ്ങനെ ആദ്യം ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് അത് തുന്നാണ് വേണ്ടത്. അപ്പോൾ തുന്നാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനിൽ യൂസ് ചെയ്തിട്ട് തയ്ക്കുകയാണ്. കാരണം
നമുക്ക് കുറച്ച് സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇപ്പോൾ തയ്ച്ച് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ചെയ്യുന്ന സ്റ്റിച്ച് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാം. എന്താണ് ചെറിയ രീതിയിൽ കുറച്ച് ഭാഗത്ത് ബാക്ക് സ്റ്റിച്ച് കാണിക്കാം. പിന്നെ നമ്മൾ നൂല് ഇതുപോലെയുള്ള കട്ടിയുള്ള നൂല് വേണം എടുക്കാനായിട്ട്. സാധാ മെഷീനിൽ യൂസ് ചെയ്യുന്ന നൂലിനേക്കാളും തുന്നുമ്പോൾ നല്ലോണം ഉറപ്പിൽ നിൽക്കാൻ വേണ്ടി ഇതേപോലെ കട്ടിയുള്ള നൂലെടുക്കുക. പിന്നെ അതിന് ഇതേപോലെ 2 ഇതാക്കിയിട്ട് വേണം സൂചിയിൽ കോർക്കാനായിട്ട്. ഒറ്റ ലെയർ എടുക്കരുത്, 2 ലെയർ എടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇടുക. അങ്ങനെ നമ്മൾ ഒരു സൈഡ് മൊത്തം ഇതേപോലെ തുന്നി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞ പോലെ ഞാൻ തയ്ച്ചതാണ്, കുറച്ച് ഭാഗം മാത്രം ജസ്റ്റ് ഇങ്ങനെ തുന്നി കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ തുന്നുമ്പോൾ നല്ല ടൈറ്റാക്കിയിട്ട് അത്യാവശ്യം നീറ്റിൽ തന്നെ തുന്നാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ ആ തുന്നിങ്ങനെ പുറത്തു കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ വലിച്ചു നോക്കും, ജഡ്ജസ് ചിലപ്പോൾ വലിച്ചു നോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വലിഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല ടൈറ്റാക്കി തന്നെ തുന്നാൻ ശ്രദ്ധിക്കുക. നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന അടുത്ത പീസും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ സിബിൻ്റെ മറ്റേ സൈഡിൽ ജോയിൻ ചെയ്യിക്കാൻ ശ്രദ്ധിക്കുക. സിബിൻ്റെ നല്ല ഭാഗവും ലെതറിൻ്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് അവിടെയും കൂടെ നല്ല രീതിക്കൊന്ന് തുന്നിയെടുക്കാം. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ 2 സൈഡും ഇതേപോലെ ചെയിൻ വെട്ടിയുടെ 2 പീസുകളും സിബിൻ്റെ 2 സൈഡിലായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ട ഒരു പരിപാടിയാണ്. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന 12 ഇഞ്ച് ബ്രെഡ്ത്തും 18 ഇഞ്ച് ലെങ്ത്തുള്ള ആ 2 പീസുകൾ എടുക്കുക. എന്നിട്ട് ആ പീസിനെ നമ്മൾ 2ആക്കി മടക്കുക. ഇനി ഈ മടക്കിയ സ്ഥലത്ത് മടക്കിയ ആ പോയിന്റിൽ നമ്മളൊരു സ്കെച്ച് വെച്ചെങ്ങാനും ഒന്ന് മാർക്ക് ചെയ്തിടാം. അത് മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുന്നുമ്പം നമ്മൾ ബാഗ് ഒരു സൈഡിലേക്ക് കയറിയും ഒരു സൈഡിലേക്ക് ഇറങ്ങിയൊന്നും ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ പീസുകളെയും എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ മടക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യണം. അതൊരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത സ്റ്റെപ്പാണ്. അത് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ബാഗിൻ്റെ ഷേപ്പ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് പീസും അതേപോലെ തന്നെ മടക്കിയിട്ട് നമുക്ക് 2 ഭാഗങ്ങളിലും, അതായത് അതിൻ്റെ മുകൾ വശത്തും താഴെ വശത്തും അതേപോലെ സ്കെച്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബാഗിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ ഒരു വലിയ നീളത്തിലുള്ള പീസിനെയും ഇങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ മടക്കി അതിൻ്റെ 2 സൈഡിലും ആ മടക്ക് വീണ 2 സൈഡിലായിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടണം. അത് നിർബന്ധമായിട്ടും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സിബ് വെച്ചിരിക്കുന്ന ആ ചെയിൻ വെട്ടിയുടെ പീസിനെയും നമ്മൾ മടക്കിയിട്ട് അതേപോലെ ചെയ്യണം. പിന്നെ ആദ്യം നമ്മൾ ഈ സിബും അടിയിൽ വയ്ക്കാൻ പോകുന്ന ആ വലിയ പീസും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്തെ ഭാഗം വെച്ചിട്ട് ആദ്യം അവിടെ നമ്മൾ ബാക്ക് സ്റ്റിച്ചിട്ട് തന്നെ തുന്നിയാണ് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ച് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്പീഡിൽ തുന്നി തീർക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ചുകൾ യൂസ് ചെയ്യാം. പിന്നെ ബാക്ക് സ്റ്റിച്ച് ആയിരിക്കും ഒന്നുകൂടെ എളുപ്പം. ഞാനതാണ് മത്സരത്തിനൊക്കെ പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സിബ് വെച്ച ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട്, അത് ആദ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ അവിടെയും ഒന്ന് മാർക്ക് ചെയ്തിരുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ സിബ് വെക്കുന്ന ഭാഗവും അതേപോലെ ബാഗിൻ്റെ അടിയിലൂടെ വരുന്ന പാർട്ടും ഈ 2 പീസുകളെയും നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ഒന്ന് ജോയിൻ ചെയ്യിക്കാം.
നമ്മൾ ഇതേപോലെ 2 സൈഡുകളും പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ബാഗിൻ്റെ മറ്റ് 2 നമ്മൾ ആദ്യം വെട്ടി വെച്ചേക്കുന്ന 2 സൈഡുകളും ഇതിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടതിൻ്റെ ഒരു ഉപകാരം വരാൻ പോകുന്നത്. അതായത് ഈ ഒരു പാർട്ടിനെ, ഈ ഒരു സൈഡിൽ വെക്കുന്ന ഭാഗത്തിനെടുത്തിട്ട് അതിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ച ഭാഗവും ചെയിൻ വെട്ടിയുടെ ഭാഗത്ത് സെൻറ്റർ വെച്ച് മാർക്ക് ചെയ്ത ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. അതേപോലെ ഇതിൻ്റെ ബാഗിൻ്റെ അടിവശത്ത് വരുന്ന ഭാഗത്തിനെയും നമ്മൾ ഇതേപോലെ തന്നെ പകുതിയാക്കി മടക്കിയിട്ട് അവിടെ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും സൈഡിൽ വെക്കുന്ന ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. അതായത് വീഡിയോയിൽ കാണുന്ന പോലെ 2 സെൻറ്ററിൽ മാർക്ക് ചെയ്ത ഭാഗവും തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്യിക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇങ്ങനെ തുന്നി വെക്കുക. എന്നിട്ട് അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ തന്നെ ഒന്ന് തുന്നി ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ബാക്കി സ്ഥലങ്ങൾ തുന്നുക. ഇപ്പം ഞാൻ ഈ ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്റ്റിച്ചിട്ട് തുന്നിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തതിൻ്റെ നേരെ മുകളിലുള്ള ഭാഗം, അതായത് ചെയിൻ വെട്ടിയുടെ ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത മാർക്കിൻ്റെ ആ ഒരു ഭാഗവും, അതേപോലെ നമ്മൾ ഈ സൈഡിൻ്റെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് അവിടെയും കൂടെ നമ്മൾ അടിയിൽ ചെയ്ത പോലെ തുന്നി വെക്കാം. അപ്പോൾ ഇതിങ്ങനെ തുന്നി പിടിപ്പിച്ച എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഗിൻ്റെ ഷേപ്പ് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ തുന്നി പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈസി ആയിട്ട് ആ തുന്നി പിടിപ്പിച്ച ഭാഗത്ത് നിന്നും സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുപ്പിക്കാം. അത് പിന്നെ സ്പീഡിൽ ബാക്ക് സ്റ്റിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സ്പീഡിൽ ചെയ്യാം. പിന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് സൈഡ് അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് വൃത്തിയായിട്ട് തുന്നിയെടുത്താൽ മാത്രം മതി. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ ബാഗ് വരും. പിന്നെ നമ്മൾ തുന്നുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ സ്ട്രാപ്പ് എടുക്കുക. 15 ഇഞ്ചിൻ്റെ ലെങ്ത്തിലാണ് ഞാൻ സ്ട്രാപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു രീതിയിലുള്ള സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെങ്ത്തിൽ എടുത്തു എന്നുള്ളൂ. എന്നിട്ട് അത് വെക്കാനുള്ളൊരു ഗ്യാപ്പ് കറക്റ്റായിട്ട് 2 സൈഡും കൂടെ അപ്പുറത്തെ ഭാഗവും 2 ഭാഗങ്ങളും കൂടെ കൂട്ടി വെച്ചിട്ട് അതിന് കറക്റ്റായിട്ടൊരു സ്ഥലം മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ മാത്രം തുന്നാതെ വയ്ക്കുക. എന്നിട്ട് ആ ഒരു സൈഡിൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് സ്ട്രാപ്പ് അല്ലെങ്കിൽ തുന്നുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് സ്ട്രാപ്പ് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തുന്നി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുന്നി വരുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. കാരണം ഫസ്റ്റ് നമ്മൾ സെൻറ്റർ നല്ല വൃത്തിയായിട്ട് തന്നെ തുന്നി വെച്ചതുകൊണ്ട് ബാക്കി തുന്നുമ്പം എളുപ്പത്തിൽ കറക്റ്റ് ഷേപ്പിൽ വരും. അപ്പോൾ ഈ സിബിൻ്റെ ഭാഗം കണ്ടോ, കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി നിൽക്കും. അതാണ് ഈ ഒരു ബാഗിൻ്റെ സ്റ്റൈല് പറയുന്നത്. ഇനി നമുക്ക് അപ്പുറം ഭാഗവും ഇപ്പോൾ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ തുന്നി വെച്ചതിന് ശേഷം ബാക്കി സൈഡുകളിലൂടെ തുന്നിയ ഇതിലേക്ക് പിടിപ്പിക്കാം. അങ്ങനെ ഞാനിതാ 2 സൈഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൽ ഫിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് തുന്നി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ സ്ട്രാപ്പ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ മത്സരത്തിൻ്റെ സമയത്തൊക്കെ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ നമുക്ക് ഇങ്ങനെ പിന്നെ അഴിച്ചിട്ട് തുന്നാനുള്ള ടൈമൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരി ബാഗാണല്ലോ അത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തുന്നിയെടുക്കുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ തുന്നിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് നോക്കിയിട്ട് അളവെടുത്തിട്ട് അവിടെ നമ്മൾക്ക് ഏകദേശം വെക്കേണ്ട ഒരു ഐഡിയ കിട്ടുന്ന ഭാഗത്ത് സ്ട്രാപ്പ് ഉള്ളിൽ കൂടെ വെച്ചിട്ട് അവിടെ തുന്നിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ തുന്നി അഴിച്ചിട്ട് ഒന്നും കൂടെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്ട്രാപ്പ് ഇങ്ങനെ ഈ നമ്മൾ ഗ്യാപ്പിട്ട ഭാഗത്തേക്ക് കയറ്റുക. എന്നിട്ട് വേണം അവിടെ തുന്നാനായിട്ട്. കാരണം നമുക്ക് പുറത്തതാണല്ലോ ഈ ഒരു സ്ട്രാപ്പ്. ഇങ്ങനെ ബാഗ് തിരിച്ചിടുമ്പോൾ സ്ട്രാപ്പ് നേരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മളെ ക്യാരി ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്തെങ്കിലും ഇനി ഡെക്കറേഷൻ പരിപാടികളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടൈം ഉള്ളതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. വല്ല കീ ചെയിനൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഐഡിയയിൽ ഇനി ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരു പോക്കറ്റ് പോലെയൊക്കെ വേണമെങ്കിൽ ഒരു ഗം യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. അങ്ങനെ പശയ്ക്ക് പകരം ഒട്ടിച്ചിട്ടൊരു കുഞ്ഞു പോക്കറ്റ് പോലെ കൊടുക്കാവുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു ഫെവി ബോണ്ടായിരുന്നു. ഞാൻ അന്ന് മത്സരത്തിന് ഇത് ചെയ്ത സമയത്ത് ഞാൻ ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സമയമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാവർക്കും ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ എനിവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.